അയല മീൻ കുക്കറിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഫിഷും അതിൻ്റെ ഗ്രേവിയും എല്ലാം അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയിലേക്കോ ചപ്പാത്തിയിലേക്കോ ചോറിലേക്കോ എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇനി 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഞാനിതാ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മസാല മിക്സാക്കാൻ പാകത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അയല ഇതുപോലെ വെച്ച് കൊടുക്കാം. അയല ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, മുറിച്ചെടുത്തിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള അയലയാണ്. അപ്പോൾ നിങ്ങൾ എത്ര അയലയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള മസാല റെഡിയാക്കിയിട്ട് ഇതുപോലെ അയലയുടെ എല്ലാ ഭാഗത്തും മസാല ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിതാ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ആ ഒരു മസാലയിലും മീനിൻ്റെ മസാലയിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പാകത്തിലുള്ള കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉള്ളിലേക്ക് ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള തക്കാളിയാണ്, അതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് വാടി ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മസാല, നമ്മൾ മീനിൽ പുരട്ടിയെടുത്തിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കിയിട്ട് വേണം മീനിൽ മസാല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മീനിൽ പുരട്ടാത്ത ബാക്കി വന്നിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാല ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അയല ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു അയലയുടെ മുകളിൽ ഒരു അയല അങ്ങനെ ആയിട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ 2 അയല ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഒരുപാട് അയലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. എന്നാലുള്ള നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ആ ഒരു മീൻ പൊള്ളിച്ച ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഗ്രേവി ചോറിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തിയിലേക്കോ പൊറോട്ടയിലേക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവിയോട് കൂടിയിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷം നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയല പെരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നല്ല തിക്ക് മസാലയോട് കൂടിയിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ പൊള്ളിച്ചൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ചെറിയുള്ളി മാത്രം വെച്ചിട്ടുള്ള മസാല ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിലേക്കോ ചപ്പാത്തിയിലേക്കോ പൊറോട്ടയിലേക്കോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്